നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി കെ സുജിത നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബാബു നാസർ, TK സുനിൽകുമാർ, ഉമ്മർ മൗലവി, ഫൈസൽ, വിജീഷ് കുട്ടൻ തുടങ്ങി കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് കെ സുജിത നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലും വിജയപ്രതീക്ഷയിലുമാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങിയതെന്ന് കെ സുജിത പറഞ്ഞു. കഴിഞ്ഞ 15 വർഷക്കാലത്ത് UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയ വികസന മുന്നേറ്റങ്ങൾ വോട്ടായി മാറുമെന്ന് ബാബു നാസറും പ്രതികരിച്ചു. ആകെ 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ UDFന് 8 സീറ്റും LDF 7 സീറ്റും എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അംഗത്വം രാജിവെച്ചതിനെ തുടർന്ന് 7 വീതം അംഗങ്ങളായതിനെ തുടർന്ന് പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന വിജേഷ് കുട്ടൻ വിജയിക്കുകയായിരുന്നു. ശനിയാഴ്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ്. കഴിഞ്ഞ 15 വർഷക്കാലം ഐക്യജനാധിപത്യ മുന്നണി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്തിലെ വികസന മുന്നേറ്റത്തിന്, ആ വികസന തുടർച്ചയ്ക്ക് ഐക്യജനാധിപത്യ മുന്നണിയെ എല്ലാവരും സഹായിക്കണമെന്നും കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് 45 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനിയും ചാലിശ്ശേരി പഞ്ചായത്തിൽ ഒരു സാധ്യതയുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായി വലിയ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് ശ്രീമതി സുജിതയ്ക്ക് കയ്യടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ചാലിശ്ശേരി പഞ്ചായത്തിലെ 9ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ചാലിശ്ശേരി സ്വദേശി ഷിബിന അജിത് കുമാറാണ് ഭാരതീയ ജനതാ പാർട്ടിക്കായി വാർഡിൽ ജനവിധി തേടുന്നത്. ചാലിശ്ശേരി ചിനങ്ങത്തൂർ അജിത് കുമാറിന്റെ ഭാര്യയായ ഷിബിന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. കോൺഗ്രസ് മെമ്പർമാർക്കിടയിലുള്ള വടംവലികൾ മൂലം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് ചാലിശ്ശേരി പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പെന്ന് ഷിബിന പറഞ്ഞു. വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് ഈ ഉപതെരഞ്ഞെടുപ്പെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും അവർ പ്രതികരിച്ചു. പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് BJP സ്ഥാനാർത്ഥി ഷിബിന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. BJP കപ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട്, ജനറൽ സെക്രട്ടറിമാരായ K നാരായണൻകുട്ടി, രതീഷ്, ചന്ദ്രൻ, വിഷ്ണു, സുരേന്ദ്രൻ, സുരേഷ് ചാലിശ്ശേരി, ബിന്ദു സുരേന്ദ്രൻ, ശിവശങ്കരൻ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ഡിസംബർ 10-നാണ് വാർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. 11-ന് വോട്ടെണ്ണൽ നടക്കും. 22 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ശനിയാഴ്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമ്മുടെ വാർഡിലെ തന്നെ കോൺഗ്രസിലെ മെമ്പർമാർ തമ്മിലുള്ള വടംവലിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പം ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് സെമി ഫൈനലായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത്. അപ്പം BJPയുടെ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഷിബിന എന്ന എനിക്ക് എല്ലാവരും ആത്മാർത്ഥതയോടെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിളയൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം. കാർ യാത്രികർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിളയൂർ സെന്ററിൽ കൂരാച്ചിപ്പടി റോഡിനോട് ചേർന്നാണ് അപകടമുണ്ടായത്. കൂരാച്ചിപ്പടി ഓട്ടോ സ്റ്റാൻഡിലാണ് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത്. പെരിന്തമണ്ണ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്നു കാറ്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. കാറിന്റെ ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് മുറിഞ്ഞ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. കാറിലുണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത്. ഈ സമയം ഓട്ടോ സ്റ്റാൻഡിൽ വാഹനങ്ങളോ മറ്റാളുകളോ ഇല്ലാതിരുന്നതാൽ വലിയ ദുരന്തം ഒഴിവായി. വെള്ളിയാഴ്ച രാവിലെ KCB അധികൃതർ എത്തി വൈദ്യുതി പോസ്റ്റ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും ആരംഭിച്ചിരുന്നു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. സൗഹൃദ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് ഭക്ഷ്യമേള നടത്തിയത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സൗഹൃദ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ഫുഡ് ഫെസ്റ്റ്. സ്കൂൾ PTA പ്രസിഡന്റ് CA റാസി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ വിജയൻ, സൗഹൃദ കോർഡിനേറ്റർ ശ്രീലേഖ, മറ്റു അധ്യാപകർ, PTA ഭാരവാഹികൾ, MPTA ഭാരവാഹികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. സൗഹൃദ ദിനാഘോഷത്തിന്റെ ഭാഗമായി മൂവി ഫെസ്റ്റ്, ഫോട്ടോഗ്രാഫി, റീൽസ് മത്സരം എന്നിവയും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്നും സൗഹൃദ ക്ലബ് കോർഡിനേറ്റർ ശ്രീലേഖ അറിയിച്ചു.
വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ആഹ്ലാദ പ്രകടനം ടൗണിൽ സമാപിച്ചു. ഉപജില്ല, ജില്ലാ, സംസ്ഥാന കായികമേളയിലും ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലും ഉപജില്ലാ കലോത്സവത്തിലും ഉപജില്ലാ ഫുട്ബോൾ മത്സരത്തിലുമാണ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച നേട്ടം കരസ്ഥമാക്കിയത്. മികച്ച നേട്ടം കരസ്ഥമാക്കിയ പ്രതിഭകൾക്ക് സ്കൂളിൽ അനുമോദനവും ഒരുക്കി. തുടർന്നാണ് ആഹ്ലാദ പ്രകടനവും നടന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ആഹ്ലാദ പ്രകടനം. PTA ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂളിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കൊപ്പം ടൗണിൽ സമാപിച്ചു. കൊപ്പത്ത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ മാസം 24-ന് ആരംഭിക്കും. 24 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ടൂർണമെന്റ് നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം ജനകീയ കൂട്ടായ്മയുടെയും 7 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കരിങ്കനാടിന്റെയും നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കൊപ്പത്ത് അഖിലേന്ത്യാ 7 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. നവംബർ 24 മുതൽ ടൂർണമെന്റിന് തുടക്കം കുറിക്കും. 24 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ 24 ടീമുകളാണ് മത്സരിക്കുക. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനകം കൂട്ടായ്മയുടെയും ക്ലബിന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കളി നടത്തുന്നത്. അത് കൊപ്പം ജനകീയ കൂട്ടായ്മയും കൊപ്പത്തുള്ള നാനാഭാഗങ്ങളിലുള്ള ആ പ്രദേശത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ഫുട്ബോൾ മത്സരം നടത്തുന്നത്. 7 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 25 വർഷത്തോളമായിട്ട് കരിങ്ങനാട് പ്രദേശത്ത് നിലകൊള്ളുന്ന ഒരു ക്ലബ്ബാണ്. ഈ ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് അവിടെയുള്ള സകലമാന പ്രവർത്തനങ്ങൾ, അതേപോലെ ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട വീട്ടുകാർക്ക് വേണ്ടിയുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. 10 വർഷത്തോളമായിട്ട് ഭക്ഷ്യക്കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്യാണ്. അതിലും ഉപരി ഫുട്ബോൾ മേഖലയിൽ കൾച്ചറൽ പ്രോഗ്രാമുകൾക്ക്, ക്രിക്കറ്റ്, സ്പോർട്സ് മേഖലകളിൽ എല്ലാം നമ്മളുടെ ആ ക്ലബിൽ കുട്ടികളുണ്ട്. ഏകദേശം 100ഓളം കുട്ടികൾ ആ ക്ലബിൽ അംഗമായിട്ടുള്ള കുട്ടികൾ നമുക്ക് അവിടെ ഉണ്ട്. അവരുടെ കളിക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ എല്ലാ മേഖലയിലേക്ക് അവരെ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടും ഈ ക്ലബ്ബ് വളരെയധികം പ്രയത്നം ചെയ്യുന്നുണ്ട്. നവംബർ 24 വൈകുന്നേരം 7:30 കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, സന്നദ്ധ പ്രവർത്തകരും വ്യാപാരികളും ക്ലബ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും. സോഷ്യൽ മീഡിയ താരങ്ങളായ കൊമ്പങ്കാട്ട് കോയ എന്ന ലാല മലപ്പുറവും കുഞ്ഞാപ്പുവും പങ്കെടുക്കുന്നുണ്ട്. ടൂർണമെന്റിൽ പുതിയ ടെക്നോളജി പ്രകാരമുള്ള സ്മാർട്ട് എൻട്രിയും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിന് ഉതകുന്ന തരത്തിലുള്ള സ്മാർട്ട് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പരിപാടിയിലേക്ക് നമ്മളായിട്ട് സഹകരിക്കുന്ന കൊപ്പത്തെയും ചുറ്റുവട്ടത്തുള്ള കച്ചവടക്കാർക്കും അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്ന തരത്തിലുള്ള സംവിധാനമായി നമ്മളൊരു പ്രത്യേകമായി ഒരു കൂപ്പൺ ഒരുക്കിയിട്ടുണ്ട്. ഈ കൂപ്പൺ തികച്ചും നമ്മളുടെ കാണികൾക്ക് ഫ്രീ ആയിട്ടാണ് ഇത് നൽകുന്നത്. നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടുക എന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂപ്പൺ നമ്മളവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സീസൺ ടിക്കറ്റ് ആയിട്ടുള്ള സ്മാർട്ട് എൻട്രി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് നൽകുന്നതോടൊപ്പം തന്നെ നമ്മളായിട്ട് സഹകരിച്ചിട്ടുള്ള, സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ള മുഴുവൻ കച്ചവടക്കാർക്കും അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൊപ്പം വളാഞ്ചേരി റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്താണ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ KV കമറുദ്ദീൻ, C. സത്താർ, MT അസ്ലം, KT അക്ബർ, NK ഷിഹാബ്, E. സിദ്ദീഖ്, PT അബ്ദുൽ ലത്തീഫ് എന്നിവർ ടൂർണമെന്റിനെ കുറിച്ച് വിശദീകരിച്ചു.
തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലും സഹകാരി എന്ന നിലയിലും പൊതുരംഗത്തും ജൈവ കാർഷിക രംഗത്തും വ്യാപാര രംഗത്തും സജീവമായിരുന്ന ചാത്തന്നൂരിലെ പരമനെ അനുസ്മരിച്ചു. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ നാട്ടുവെളിച്ചം ചൂട്ട് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM മനോമോഹനൻ ഉദ്ഘാടനം ചെയ്തു. TK കൃഷ്ണകുമാർ അധ്യക്ഷനായി. KP സുധീഷ്, PA കാസിം, CK വിശ്വംഭരൻ, T ഹംസ, PP നന്ദൻ മാസ്റ്റർ, ഉദയൻ MK, ദീപ, മാനു കിണറമ്മാക്കിൽ എന്നിവർ സംസാരിച്ചു. ബോൾഷെവിക്കുകൾ പറഞ്ഞാലാ വിപ്ലവം നടത്തുന്നവർ. അതെങ്കിലും പഠിച്ചു പോയിക്കോളി. വിപ്ലവം നടത്തുന്ന ആൾക്കാരെ മുഴുവൻ ആ റഷ്യൻ ഭാഷയിൽ വിപ്ലവകാരി, അയാൾ വിപ്ലവകാരിയാണെന്ന് പറഞ്ഞാൽ റഷ്യയിൽ പറയാം അയാൾ ബോൾഷെവിക്കാണെന്ന് പറയാം. ആ വാക്ക റഷ്യൻ ഭാഷയത്. ആ പരമേശ്വരൻ ബോൾഷെവിക്കാണ്, മനോമോഹനൻ ബോൾഷെവിക്കാണ്, കൃഷ്ണകുമാർ ബോൾഷെവിക്കാണ് എന്നൊക്കെ പറയാം. ബോൾഷെവിക്കുകൾ ഗ്രീക്ക് പുരാണത്തിലെ ആൻഡേഴ്സിനെ പോലെയാണ്. സ്റ്റാലിൻ പറഞ്ഞതാ, ഒരാൾക്കും ചെവി പിടിക്കാൻ കഴിയില്ല. എവരോ അത് പറഞ്ഞു ചോദിച്ചാൽ ജോസഫ് സ്റ്റാലിൻ പറഞ്ഞ ഗ്രീക്ക് പുരാണത്തിലെ ആൻഡേഴ്സിനെ പോലെയാണ് ബോൾഷെവിക്കുകൾ, ആൻഡേഴ്സിനെ പോലെയാണ് വിപ്ലവകാരികൾ. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.